കണ്ണിന് പ്രശ്നമുണ്ടോ പോണി? കണ്ണിന് ഇടയ്ക്ക് പ്രശ്നം ഉണ്ടാകാറുണ്ട്. ഇപ്പം പ്രശ്നമില്ല. പ്ലെയിനാണോ? അല്ലല്ല, പവർ ഗ്ലാസ്സാണ്. നല്ല പവറുണ്ട്. എൻ്റെ പൊണ്ണെ വേറെ രൂപത്തിൽ കാണുന്നു. അയ്യോ, അത് മാറ്റിയാൽ ഞാൻ പിന്നെ ഒന്നും കാണില്ല. ആണല്ലേ? ശരിക്കും ഞാനിത് വെച്ചിട്ട് ബോണി ഇങ്ങനെ വലിയ വേറെ മങ്ങി നിൽക്കുന്നു, എനിക്ക് കാണത്തുമില്ല. ബോണി അത് വെക്കുമ്പോൾ ബോണി കൃത്യം കാണാം. ശരിക്കും പറഞ്ഞ ഒരു ഒരു കാഴ്ചപ്പാട് ഉണ്ടെങ്കിൽ കാര്യങ്ങൾ ചിലപ്പോൾ ഒന്നായിരിക്കും, പക്ഷേ ഒരു കാഴ്ചപ്പാടിലാണെന്ന് തോന്നുന്നു നല്ല വ്യത്യാസം ഇരിക്കുന്നത്. എങ്ങനെ കാണുന്നു? ശരിയാ അച്ഛൻ പറഞ്ഞത്. ഞാൻ ഈ ഗ്ലാസ് വെച്ച് കഴിയുമ്പോഴാണ് എനിക്കിത് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നത്. അച്ഛൻ ഗ്ലാസ് വെക്കാതെ എനിക്ക് ബോണി ഒരു മഞ്ഞ് പോലെ ഞാൻ കണ്ടത്, ഇങ്ങനെ ഒന്നും വ്യക്തമല്ലായിരുന്നു. ശരിക്കും ഒരു കാഴ്ചപ്പാട് ഒരേ സംഗതിയാണ് കണ്ടത്, പക്ഷേ ഒരു കാഴ്ചപ്പാടിലെ വ്യത്യാസമേ. അച്ഛൻ എന്താ കാഴ്ചപ്പാടിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങാൻ? ഞാൻ പറയാൻ കാര്യമേ, പണ്ടൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം ഭയങ്കര എപ്പോഴും സഹനങ്ങൾ ഇങ്ങനെ വരുന്നതുകൊണ്ടേ ഒരു ഭാരമായിരുന്നു, എപ്പോഴും ഒരു മെലങ്കോളിക്കായിരുന്നു. അതായത് ഈ സംഗീതത്തിൻ്റെ അനുഭവങ്ങളെടുത്താലും ഒരു 2007 വരെയൊക്കെ എഴുത്ത് മുഴുവൻ ഞാൻ ആരോടിതെല്ലാം പറയും, പാനപാത്രം ഇതാരൊപ്പം കുടിക്കും, പാവന സ്നേഹമേ മനമുഴറുമ്പോൾ, ഇങ്ങനെ കരച്ചിലായിരുന്നു, ഒത്തിരി കരച്ചിൽ. പക്ഷേ കരച്ചിലിനെ തന്നെ ഒന്ന് മാറ്റിക്കാണാൻ പിന്നീട് 2007 ശേഷം പറ്റി. അതൊരു വലിയ ഭാഗ്യമായിട്ട് തോന്നുന്നുണ്ട്. നിസാരമാം നീറും ദുഃഖങ്ങൾ നിസാരമാ, നാളെ വരും തപ്പടിച്ച് താളം മുഴക്കി തമ്പേറ് മുഴക്കി ഹൃദയത്തിൻ്റെ വീണയെടുത്ത് 10 കമ്പിയുള്ള വീണ വീശി എപ്പോഴും പാടി ആനന്ദിച്ച് സഹനങ്ങളെക്കുറിച്ച് പാടാൻ അങ്ങനെ കാഴ്ചപ്പാട് ഞാൻ ഓർക്കുകയായിരുന്നു. പണ്ട് ഞാൻ ഒത്തിരി കരഞ്ഞെഴുതുമായിരുന്നു, ഒത്തിരി. അല്ല, ഈ 2007 ശേഷം അങ്ങനെ ഒരു മാറ്റം വരാനുണ്ടായ സാഹചര്യം കാരണം ഇത്രയേ ഉള്ളൂ. ഞാനിങ്ങനെ ചിന്തിച്ചതേ, ഇങ്ങനെ ഇപ്പം ഇത് കടലാസല്ലേ, ഇങ്ങനെ നിസ്സാരമായിട്ട് സഹനങ്ങളെ ദൈവസ്നേഹത്തിൻ്റെ ചൂളയിലേക്ക് പറിച്ച് കീറി പറപ്പിക്കുമ്പം അപ്പം നമ്മുടെ ഹൃദയത്തിൽ ഒരു ചിറക് മുളയ്ക്കും. ഈ ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുമ്പം അവരിങ്ങനെ കാകൂന്ന് പറഞ്ഞ് കാണിച്ചു തരുമല്ലോ, എവിടെയെങ്കിലും പ്രശ്നം വരുമ്പോൾ നിങ്ങൾക്കൊരു ബാഗ് കിട്ടുമ്പോൾ ഊതുമ്പളേ വീർത്ത് വരത്തുള്ളൂ, ഉലയിൽ ഊതുമ്പളേ ഇങ്ങനെ വരത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ സഹനങ്ങളെ ദൈവസ്നേഹത്തിലേക്ക് ഇട്ട് ഊതുമ്പം നമുക്കിങ്ങനെ ചിറക് വീർത്ത് വരും. ആ ചിറക് കൊണ്ടാണ് നമുക്ക് പറക്കാൻ പറ്റുന്നത്, നല്ല സുഖമായിട്ട് പറക്കാൻ പറ്റും. അപ്പോൾ അത് തിരിച്ചറിഞ്ഞപ്പം നിസാരമാ നീറും ദുഃഖങ്ങൾ നിസാരമാ, നാളെ വരുന്ന മഹിമയോർത്താൽ ഇന്നിൻ ദുഃഖങ്ങൾ നിസാരമാ എന്ന് പറയാൻ ഒരു കരുത്ത് കിട്ടിയെന്ന് ഞാൻ പറയായിരുന്നു. അത് കാഴ്ചപ്പാട് മാറുമ്പോഴാണ്. അതെ. അപ്പം ഞാൻ ഈ കണ്ണാടി കണ്ടപ്പോഴാണ് ഓർത്തത്. പണ്ട് ഞാനിങ്ങനെ കണ്ണാടി വെക്കുമായിരുന്നു, അത് രസത്തിന് വെച്ചതാണ്, ഒരു ഭംഗിക്ക്. അപ്പം അതൊരു അഭിനയമായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ എനിക്കിപ്പോൾ ഉള്ള കാഴ്ച കൊണ്ട് ഞാനത് കണ്ടു. കണ്ണാടി വെച്ചപ്പോൾ എനിക്ക് ഇപ്പം ഞാനിപ്പോൾ ഈ കണ്ണാടി വെച്ചാൽ ഏച്ചുകെട്ടലായിപ്പോവും. അപ്പം ഞാൻ ദൈവത്തിൻ്റെ വചനത്തിലിരുന്നു കൊണ്ട് എനിക്കൊരു കാഴ്ചപ്പാടിനെ ഉണ്ടാക്കിയെടുക്കണം ജീവിതത്തെക്കുറിച്ച്. എൻ്റെ സഹനങ്ങൾ എത്രയായാലും നിസ്സാരമാണ് എന്ന് പറയാൻ പറ്റണം. അത് ചുമ്മാ പറയല്ല, അഭ്യസിക്കാൻ പറ്റണം. അതാ ഈ പാട്ടെന്ന് ഞാൻ പറയുമായിരുന്നു.
നിസാരമാ നിസാരമാ നീറും ദുഃഖങ്ങൾ നിസാരമാ 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 നീറും ദുഃഖങ്ങൾ നിസാരമാ നാളെ വരുന്ന മഹിമയോർത്താൽ ഇന്നിൻ ദുഃഖങ്ങൾ നിസാരമാ നാളെ വരുന്ന മഹിമയോർത്താൽ ഇന്നിൻ ദുഃഖങ്ങൾ നിസാരമാ 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 നീറും ദുഃഖങ്ങൾ നിസാരമാ വന്ദനം വരും നാളു വരുന്നു നിന്ദനത്തിൽ നീ ഇന്നു സന്തോഷിക്കുവിൻ വന്ദനം വരും നാളു വരുന്നു നിന്ദനത്തിൽ നീ ഇന്ന് സന്തോഷിക്കുവിൻ സന്തോഷിക്കുവിൻ കുഞ്ഞെ സന്തോഷിക്കുവിൻ നിന്ദനത്തിൽ നീ ഇന്നു സന്തോഷിക്കുവിൻ സന്തോഷിക്കുവിൻ കുഞ്ഞെ സന്തോഷിക്കുവിൻ നിന്ദനത്തിൽ നീ ഇന്ന് സന്തോഷിക്കുവിൻ നിസാരമാ നിസാരമാ നീറും ദുഃഖങ്ങൾ നിസാരമാ 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 നീറും ദുഃഖങ്ങൾ നിസാരമാ പാതാളത്തോളം നീ താഴ്ത്തപ്പെട്ടെങ്കിൽ ആകാശത്തോളം ദൈവമുയർത്തും പാതാളത്തോളം നീ താഴ്ത്തപ്പെട്ടെങ്കിൽ ആകാശത്തോളം നിന്നെ ദൈവമുയർത്തും ദൈവമുയർത്തും കുഞ്ഞെ ദൈവമുയർത്തും ആകാശത്തോളം നിന്നെ ദൈവമുയർത്തും ദൈവമുയർത്തും കുഞ്ഞെ ദൈവമുയർത്തും ആകാശത്തോളം നിന്നെ ദൈവമുയർത്തും നിസാരമാ നിസാരമാ നീറും ദുഃഖങ്ങൾ നിസാരമാ 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 നീറും ദുഃഖങ്ങൾ നിസാരമാ മാറാരോഗങ്ങൾ നിന്നെ ഞെരുക്കുമ്പോഴും സൗഖ്യദായക
നിസാരമാ നാളെ വരുന്ന മഹിമയോർത്താ ഇന്നിൻ ദുഃഖങ്ങൾ നിസാരമാ നാളെ വരുന്ന മഹിമയോർത്താൽ എന്നിൻ ദുഃഖങ്ങൾ നിസാരമാ 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 നീറും ദുഃഖങ്ങൾ നിസാരമാ പിന്നെ ആ നാളെ വരുന്ന മഹിമയോർത്താൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു നിത്യതയെക്കുറിച്ചുള്ള തീർച്ച റോമ 8 അത് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തട്ടിച്ചു നോക്കുമ്പോൾ ഇന്നുള്ള സങ്കടങ്ങളെല്ലാം നിസ്സാരമാണ്. അല്ലാതെ എങ്ങനെ സഹിക്കും ബോണി? നമ്മളല്ലാതെ എങ്ങനെ സഹിക്കും? ഞാൻ തന്നെ ഓർക്കുക, എൻ്റെ ജീവിതത്തിൽ തന്നെയാണെന്ന് പ്ലസൻ്റായി ചിരിക്കാൻ തന്നെ പറ്റിയത് ഇതിന് ശേഷമാണ്. മറ്റത് എപ്പോഴും എൻ്റെ മുഖത്ത് വിഷാദമാണ്. അപ്പം എത്ര സഹനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാതെ ഇത് ഞാനിത് ഈ പാട്ടുണ്ടായത് കാനായിൽ പഠിക്കുമ്പോൾ, ചങ്ങനാശ്ശേരിയിലെ കാനായിൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ദുഃഖത്തിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ പള്ളിയിൽ വന്നിരുന്നതേ ഊന്ന് കരയുക, കൺട്രോളില്ലാതെ കണ്ണുനീര് വരിക. അങ്ങനെയാണ് പാട്ട് ജനിച്ചത്. എനിക്കൊന്നൊരു 3.5 മണിക്കൂറോളം ഇങ്ങനെ കരഞ്ഞിട്ട് കണ്ണീര് വറ്റിയതോടുകൂടി പാട്ടിന് ചിറകായി. കണ്ണീര് വറ്റിയില്ലായിരുന്നെങ്കിൽ പാട്ടിന് ചിറക് വരത്തില്ല. കാരണം അതങ്ങോട്ട് തങ്ങി നീനെ. വന്ദനം വരും നാള് വരുന്നു, നിന്ദനത്തിൽ നീന്നു സന്തോഷിക്കുവിൻ. വന്ദനം വരും നാള് വരുന്നു, നിന്ദനത്തിൽ നീന്നു സന്തോഷിക്കുവിൻ. സന്തോഷിക്കുവിൻ കുഞ്ഞെ സന്തോഷിക്കുവിൻ, നിന്ദനത്തിൽ സന്തോഷിക്കുവിൻ. അപ്പോൾ ഇങ്ങനെ ഈ പാട്ട് എന്നെ ഒത്തിരി സഹായിച്ചു. എവിടെ ചെന്നാലും ആൾക്കാർ പാടാനും പറയും കേട്ടോ. അപ്പോൾ അതൊരു ബലമാണ്. അപ്പോൾ പാടി ആഘോഷിച്ച് അപ്പോൾ ആൾക്കാരിങ്ങനെ കരഞ്ഞ് തീരും. എന്നെ ഒത്തിരി എനിക്ക് അത്ഭുതം തോന്നിയിട്ടുള്ളൊരു പാട്ടാണ്. കാരണം നമ്മുടെ ഒരു കാത്തലിക് ചർച്ചിൽ ഇങ്ങനെയുള്ള പാട്ടുകൾ വളരെ അപൂർവമാണ്. പക്ഷെ പെന്തക്കോസ്റ്റ് സഹോദരങ്ങളുടെ ഇടയിൽ ഇത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടും ഉണ്ട്. സാരമില്ല കണ്ണുനീർ സാരമില്ല, അത്തരം പാട്ടുകൾ കുറേ ഉണ്ട്. പക്ഷെ നമ്മളുടെ ഇടയിൽ ഇത്തരം ഒരു പാട്ട് അച്ഛനിലൂടെ വന്നപ്പോൾ വളരെയധികം അത്ഭുതപ്പെടുത്തിയതാണ്. അതെന്നറിയോ പ്രിയ എൻ്റെ ബോണി, ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, നമ്മുടെ പള്ളിയിലൊക്കെ ചെല്ലുമ്പോഴേ ഈ വ്യാകുല മാതാവിൻ്റെയൊക്കെ മുമ്പിൽ നിന്ന് അമ്മച്ചിമാരൊക്കെ ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുക. ഇതാണ് പ്രാർത്ഥനയെന്ന് അങ്ങ് ചിന്തിച്ചിരിക്കുക. പ്രാർത്ഥന അതിനപ്പുറം ഒരു സ്തുതിയാണ്, ഒരു ദൈവസ്നേഹം ഏറ്റുപറച്ചിലാണെന്ന് ഇപ്പോഴും നമ്മുടെ ആൾക്കാർക്ക് അറിയില്ല. അപ്പം അതുകൊണ്ട് കത്തോലിക്കരാണോ വ്യാകുല മാതാവ്? അപ്പോൾ അങ്ങനെ ഒരു ചിന്ത കിടക്കുക. അപ്പോൾ അതിനപ്പുറം ബ്രേക്ക് ചെയ്യണം. കർത്താവിൻ്റെ വചനം പറഞ്ഞ് അവകാശപ്പെടണം. വന്ദനം വരുന്ന നാൾ വരും, നിന്നെ ഉയർത്തും. കർത്താവിൻ്റെ സങ്കീർത്തനം പറഞ്ഞ ഇതാണ്, മേഘപ്പാളികളെ ഏണിപ്പടികളാക്കി ചാണകക്കുഴിയിൽ നിന്ന് നിന്നെ ഉയർത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രഭുക്കന്മാരോടൊപ്പം വിരുന്നിനിരുത്തും. അപ്പോൾ ഈ കൺസെപ്റ്റ് ഞാനത് ഉള്ള കാര്യം പറയാമല്ലോ. ചിറകറ്റ് പോയൊരു സമയമുണ്ടായിരുന്നു. പക്ഷേ ഈ പാട്ട് പാടി ഞാൻ തന്നെ പാടിയതോടുകൂടി ഇന്നലെയും ഇന്നും എന്ന വണ്ണം എൻ്റെ ശുശ്രൂഷയെ കർത്താവ് മാറ്റി, എൻ്റെ സംഗീത ജീവിതത്തെ ഉയർത്തി. അപ്പോൾ പിന്നെ എനിക്ക് സന്തോഷിക്കാനല്ലേ ഉള്ളൂ. നിന്ന് വന്ദനം വരും നാളു വരുന്നു, നിന്ദനത്തിൽ നീന്നു സന്തോഷിച്ചാൽ മതി. സന്തോഷിക്കണം, അവിടെ ദൈവത്തെ സ്തുതിക്കണം, കാത്തിരിക്കണം. സങ്കീർത്തനം 27:14 കർത്താവിന് വേണ്ടി കാത്തിരിക്കണം, പ്രത്യാശയോടെ കാത്തിരിക്കണം, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കണം. ഇല്ലെങ്കിലും ധൈര്യപ്പെടണം, ഈശോയുടെ നാമത്തിൽ ധൈര്യപ്പെടണം. അപ്പം കർത്താവിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഇത് വരും, ഇത് സംഭവിക്കുക തന്നെ ചെയ്യും. ഇല്ലെങ്കിലും ധൈര്യപ്പെടണം. അതാണ് യെശയ്യായുടെ പുസ്തകത്തിലാണെന്ന് തോന്നും, ജോയലിൻ്റെ പുസ്തകത്തിൽ അവസാനം ഒരു വാക്യമുണ്ട്, താനൊരു യോദ്ധാവാണെന്ന് ഭീരു പറയട്ടെ. അയ്യോ 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 എന്നും പറഞ്ഞുകൊണ്ടിരിക്കാതെ, ഭീരുവാണെങ്കിലും അവൻ പറയട്ടെ, അവൻ ഈശോയുടെ നാമത്തിൽ പറയണം, താനൊരു യോദ്ധാവാണെന്ന് ഭീരു പറയട്ടെ. പേടിത്തൊണ്ടം പറയണം, ഈശോയുടെ നാമത്തിൽ ഞാനൊരു ധീരനാണ്, ഞാനൊരു യോദ്ധാവായി മാറും. യെശയ്യാ പറഞ്ഞില്ലേ, ദുർബല മുട്ടുകളെ ഉറപ്പിച്ച് നിർത്തുവിൻ, ഭയപ്പെടുന്നവരോട് പറയുവിൻ, ഭയപ്പെടണ്ട. ഭയപ്പെടാൻ കാര്യമൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ ഭയപ്പെടണ്ട.
അല്ല ശരിക്കും ഈ ആ സ്റ്റാൻസ് ഞാൻ എൻ്റെ വിഷമത്തിൻ്റെ സമയത്ത് പാടി ഹീലിംഗ് കിട്ടിയിട്ടുണ്ട് എനിക്ക്. എന്നെ സുഖപ്പെടുത്തിയിട്ടുണ്ട്. വന്ദനം വരും നാൾ വരും. അപ്പോൾ നമ്മളെ മറ്റുള്ളവരെ അവഹേളിക്കുമ്പോൾ, ഈ ഇല്ലാത്തത് പറയുമ്പോൾ, തെറ്റിദ്ധരിക്കുമ്പോൾ ഇതൊന്ന് 4-5 പ്രാവശ്യം പാടിയ എല്ലാം നമുക്കെപ്പോൾ ഉൾവലിയാൻ തോന്നുമ്പം ഞാൻ പറയും ദുഃഖത്തിൽ ഉൾവലിയാൻ തോന്നുമ്പോൾ ഈ പാട്ട് സഹായിക്കും. ദുഃഖത്തിൽ നമുക്കുള്ള ഒരു പോസിബിലിറ്റി ഇനിയില്ല, ഇനി ശുശ്രൂഷയില്ല, നമ്മളായിക്കൊണ്ട് ഇനി ഒരു ബുദ്ധിമുട്ടും ഇല്ല, എൻ്റെ പൊന്നെ ഇല്ല. അതിന് പകരം ദുഃഖത്തിൽ ഉൾവലിയാതിരിക്കാൻ സഹായിക്കും. പാതാളത്തോളം നീ താഴ്ത്തപ്പെട്ടെങ്കിൽ ആകാശത്തോളം നിന്നെ ദൈവമുയർത്തും, ദൈവമുയർത്തും കുഞ്ഞേ ദൈവം. നീ നിനക്ക് വേണ്ടി പോസ്റ്റർ അടിച്ചുകൊണ്ട് ഉയരത്തില്ല, നീ സ്വയം ഫേസ്ബുക്കിൽ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഉയരത്തില്ല. ഞാൻ വളരെ സത്യസന്ധമായിട്ടാണ് ഇത് പറയുന്നത്, സത്യസന്ധമായിട്ടാണ്. നമ്മൾ ദൈവം ഉയർത്താതെ നമുക്ക് കുറച്ച് കാലത്തൊക്കെ ഉയർന്നിക്കാം, പൊയ്ക്കാലെ നിൽക്കാം, ഇങ്ങനെ പൊയ്ക്കാലെ പൊങ്ങി പൊങ്ങി ഇങ്ങനെ നിൽക്കാം. പക്ഷേ ദൈവം ഉയർത്തിയാൽ ആര് താഴ്ത്താനാ? ദൈവം തൊട്ടാൽ ആരെതിർക്കാനാ? ദൈവം കൂടെ നിന്നാൽ ആരാ ശത്രു? ദൈവം തുറന്നാൽ ആരാ അടയ്ക്കുന്നത്? ദൈവം കൊളുത്തിയാൽ, ദൈവം കത്തിച്ചാൽ ആരാ ഊതിക്കെടുത്തുന്നത്? ദൈവം ഉയർത്തിയാൽ അവിടെ നിൽക്കും. നമ്മളൊന്നും ചെയ്യണ്ട ഉയരാനായിട്ട്. ഉറപ്പാണ്. ഈ സങ്കീർത്തനം 27 ബോണി ഈ അടുത്തിടയ്ക്ക് ഞാൻ അത് ശുശ്രൂഷയിൽ കണ്ടത്. ബോണി എൻ്റെ മനസ്സിങ്ങനെ പറയുക, ബോണി അതിനകത്ത് രസകരമായ സംഗതി പറയുകയാണ്. സങ്കീർത്തനം 27:5-6 ക്ലേശകാലത്ത് തൻ്റെ കൂടാരശീലകൾ കൊണ്ട് നിന്നെ ദൈവം മറയ്ക്കും, എന്നിട്ട് പിന്നീട് ഒരു ഉയർന്ന പാറയുടെ പുറത്ത് നിന്നെ കയറ്റി നിർത്തും. എന്നിട്ട് തൊട്ട് താഴെ ഒരു വാക്യമുണ്ട്, അന്ന് നിന്നെ വേട്ടയാടിയവരുടെ ശിരസിൻ്റെ മുകളിൽ. എന്നാ നല്ല ഇമേജറി എൻ്റെ ദൈവമേ. അതായത് ഒരു സമാധാനം തരാതെ തുപ്പിയും അടിച്ചും പറഞ്ഞും അവഹേളിച്ചും പേപ്പട്ടിയെപ്പോലെ ഓടിച്ച ഒരു ഗണമില്ലേ ജീവിതത്തിൽ, അവരുടെ ശിരസിൻ്റെ മുകളിൽ. എന്താ ഇമേജറി എൻ്റെ ദൈവമേ. കർത്താവിൻ്റെ സാഹിത്യത്തിൻ്റെ ഭംഗിയുണ്ടോ? ക്ലേശകാലത്ത് തൻ്റെ കൂടാരം കൊണ്ട് അവിടെ നിന്നെ മറയ്ക്കും. തക്ക സമയത്ത് അല്പകാലം കഴിഞ്ഞ് ഒരു സ്റ്റീപ്പായ ഒരു ഉയർന്ന പാറയുടെ പുറത്ത് നിന്നെ കർത്താവ് കൊണ്ട് പ്രതിഷ്ഠിക്കും. അന്ന് നിന്നെ അവഹേളിച്ചവരുടെ ശിരസ് അങ്ങ് താഴെ നിൽക്കും. നിൻ്റെ ശിരസ് അങ്ങ് നിൽക്കും. കല്ലെറിഞ്ഞാൽ കൊള്ളത്തില്ല, അമ്പെറിഞ്ഞാൽ ചെല്ലത്തില്ല. എറിയാന്നല്ലാണ്ട് എറിഞ്ഞ് പോടാ എന്നൊക്കെ പറഞ്ഞ് എറിയാന്നല്ലാണ്ട് അവിടെ വല്ലതും ചെല്ലുവോ? അങ്ങ് ഉയർന്ന ഒരു പാറയുടെ പുറത്ത് ദൈവം നിന്നെ കയറ്റി നിർത്തും. പാതാളത്തോളം നീ താഴ്ത്തപ്പെട്ടെങ്കിൽ ആകാശത്തോളം നിന്നെ ദൈവമുയർത്തും, ദൈവമുയർത്തും കുഞ്ഞെ ദൈവമുയർത്തും. ഞാൻ ശ്രുതി മാറിപ്പോയി തോന്നുന്നു. പാതാളത്തോളം നീ താഴ്ത്തപ്പെട്ടെങ്കിൽ ആകാശത്തോളം നിന്നെ ദൈവമുയർത്തും, ദൈവമുയർത്തും കുഞ്ഞെ ദൈവമുയർത്തും. ആകാശത്തോളം നിന്നെ ദൈവമുയർത്തും. മാറാരോഗങ്ങൾ നിന്നെ ഞെരുക്കുമ്പോഴും സൗഖ്യദായകൻ നിന്റെ ഒപ്പമില്ലയോ? ഒപ്പമില്ലയോ കുഞ്ഞെ, ഒപ്പമില്ലയോ? ശരിക്കും ബോണി എന്തത് കേട്ടപ്പം ഞാനിപ്പോൾ ഓർത്തത്, ഈ പാട്ട് കേട്ടിട്ട് ഒത്തിരി പേർക്ക് സൗഖ്യം കിട്ടിയിട്ടുണ്ടാവും. ഒത്തിരി പേർക്ക് നിത്യതയെക്കുറിച്ചുള്ള ഒരു അവബോധം ഉണ്ടായിട്ടുണ്ടാവും. സത്യത്തിൽ അതല്ലേ ഉണ്ടാവേണ്ടത്? തീർച്ചയായിട്ടും അതാണ് ഉണ്ടാവേണ്ടത്. ഉണ്ടായിട്ടുമുണ്ടെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ഒരു ദിവസത്തെ ശുശ്രൂഷയിൽ ആൾക്കാർ ഈ ഒരു പാട്ട് പാടാൻ ആവശ്യപ്പെടുകയാണ്. അതിൻ്റെ അർത്ഥം അവർക്ക് വളരെ നിസ്സാരമായി ജീവിതത്തെ ചില സഹനങ്ങളെ കാണാൻ പറ്റുന്നു. അതൊരു വലിയ കാര്യം തന്നെയാണ്. അങ്ങനെ എന്തെങ്കിലും അനുഭവം നേരിട്ട് അച്ഛനോട് പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും? എനിക്ക് നേരിട്ട് ഈ പാട്ടിനെക്കുറിച്ച് ഒരു അനുഭവമായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഇപ്പോൾ ഒരാൾ അങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ ഈ അടുത്ത കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പാടാൻ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു പാട്ടിതാണ്. ഇതും അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, എപ്പോഴും പാടാൻ പറയും. അതിൻ്റെ അർത്ഥം എണ്ണിപ്പെറുക്കി പറയാൻ പറ്റാത്ത വിധം അനുഭവങ്ങൾ ഉണ്ടാകുന്നു എന്നല്ലേ. ഏറ്റവും വലിയ അനുഭവം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് സഹനങ്ങളെ തകർന്നു പോകുമെന്ന് തോന്നുന്നു നിസ്സാരമായിട്ട് കരുതാൻ പറ്റുന്നത് ഈ ഒരു പാട്ട് ഇങ്ങനെ മൂളിയാണ്. അല്ല, എനിക്കും ഒത്തിരി സൗഖ്യം കിട്ടിയിട്ടുണ്ട് ഈ പാട്ട്. ഈ വന്ദനം
വന്ദനം വരും. ഞാൻ ബോണിയോട് എന്തോ പറയാൻ മതി, സത്യത്തിൽ ഞാനത് വിട്ടുപോയത് ഈ മാറാരോഗങ്ങളുടെ കാരണം. അതെ ഞാൻ ഓർക്കുന്നു എൻ്റെ ബോണി ഈ ശുശ്രൂഷകളിടയ്ക്ക് കഴിഞ്ഞ നാളുകളിൽ എനിക്കിത് ഇങ്ങനെ സ്പോണ്ടിലോസിസ് പോലെ ഒരു അനുഭവം. സ്പോണ്ടിലോസിസ് ആണെന്ന് ആ ഡോക്ടർ പറഞ്ഞു, എനിക്കറിയത്തില്ല. എനിക്ക് ഈ കഴുത്തിന് ഭയങ്കര പ്രശ്നമായിരുന്നു. കഴുത്തിങ്ങനെ കഴച്ചൊടിയും, നമുക്കതറിയാം. ഇങ്ങനെ പോയാൽ എങ്ങനെയാവും നമ്മൾ ഓർത്തിട്ടുണ്ട്. അപ്പം ഈ വചനം പ്രസംഗിച്ചത് ഇത് വചനം അനേകർക്ക് പ്രസംഗിച്ചപ്പം ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തുവിൽ വിശ്വസിക്കാൻ വേണ്ടി മാത്രമല്ല, അവന് വേണ്ടി സഹിക്കാൻ കൂടി ഒരു അവകാശമുണ്ട്. ഫിലിപ്പി 1:29, പ്രഭാഷകൻ 2:4. തന്നെ പ്രിയപ്പെട്ടവരെ അവിടുന്ന് സ്വർണത്തെപ്പോലെ സഹനത്തിൻ്റെ തീച്ചൂളെ കൂടെ കടത്തിക്കൊണ്ട് പോകും. നീ ഭയപ്പെടണ്ട. ഇങ്ങനെ അനേകം 1 പത്രോസ് 5:10 ക്ഷണിക നേരത്തിന് ശേഷം തൻ്റെ നിത്യമഹത്വത്തിലേക്ക് നിങ്ങളെ വിളിച്ച അനുഗ്രഹദാതാവായ ദൈവം, തൻ്റെ നിത്യമഹത്വത്തിലേക്ക് നിങ്ങളെ വിളിച്ച അനുഗ്രഹദാതാവായ ദൈവം സഹനത്തിൻ്റെ ക്ഷണനേരത്തിന് ശേഷം നിന്നെ ഉയർത്തും. 1 പത്രോസ് 5:10. ഇതെല്ലാം പ്രസംഗിച്ചതിന് ശേഷം ഐ ഹാവ് നെവർ പ്രേയ്ഡ് ഫോർ ദ ഹീലിംഗ് ഓഫ് മൈ നെക്ക് പെയിൻ. പക്ഷേ എനിക്കിന്നതില്ല. പിന്നെ മറ്റൊരു കാര്യമുണ്ടായത്, ഈ കയ്യിൽ വല്ലാത്തൊരു ഇറിറ്റേഷൻ വന്നിരുന്നു. അപ്പം കുർബാനയൊക്കെ കൊടുക്കുമ്പോൾ ഈ ഇറിറ്റേഷൻ എന്നെ ഒത്തിരി ഭാരപ്പെടുത്തിയിരുന്നു. അപ്പം എന്ത് ചെയ്യാനെല്ലാം പറഞ്ഞ് അച്ഛൻ്റെ കയ്യിൽ ഇവിടെ ഒരു വലിയൊരു വ്രണം പോലെ. കർത്താവിൻ്റെ നാമത്തിൽ ഈ സുവിശേഷം പ്രസംഗിച്ചു. അത് എൻ്റെ കയ്യിൽ നിന്ന് അത് മാഞ്ഞുപോയി. എനിക്ക് ഡിസ്ക് തെന്നിപ്പോയതാണ്. ഞാൻ സെമിനാരിൽ നിന്ന് വീട്ടിൽ പോയ ആളാണ് 1 വർഷം മുഴുവൻ. അന്നത്തെ ഡോക്ടർ മോഡയിൽ പറഞ്ഞതാണ്, അച്ഛൻ ഇനി അന്ന് ബ്രദർ ഇനി ഓടത്തില്ല, ചാടരുത്, വണ്ടിയിൽ സൂക്ഷിച്ച് യാത്ര ചെയ്യണം, ഇതൊക്കെ പറഞ്ഞതാണ്. ബെൽറ്റ് കെട്ടി തന്നതാണ്. ഇനി ഓട്ടവും ചാട്ടവും ഒന്നും ഇല്ല കേട്ടോ, അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോണം. എൻ്റെ ബോണി, ഈ സുവിശേഷം ഞാൻ പ്രസംഗിച്ചു, രക്ഷയുടെ ഈ സുവിശേഷം ഞാൻ പറഞ്ഞു. സഹനങ്ങൾ നിസ്സാരമാണ്. വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തട്ടിക്കുമ്പം നിസ്സാരമാണെന്ന് അനേകരോട് പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഓർക്കുക, ഞാനും വിചാരിച്ചു എന്നേക്കും ഈ വേദന കാണും. അതിന് ചില ഭാരങ്ങൾ ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഇവിടം കൊണ്ടുണ്ടായിരുന്ന വലിയൊരു വേദനയുണ്ട്. മഞ്ഞുകാറ്റ് പോലെ പോയി, മഞ്ഞുകാറ്റ് പോലെ ഇപ്പം ഇല്ല, പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. പണ്ടത്തെ അനിസ്പ്രയുടെ വരസ്യം പോലെ ആയിപ്പോയി. ഇപ്പോൾ ആക്കി തൂക്കിയെടുത്താലും പൊടി പോലും ആ വേദന ഭാരമില്ല. അങ്ങനെ 1, 2, 3 ഒരു 3 ഞാൻ പറയാൻ വേണ്ടി വെച്ചിരുന്നോണ്ടല്ല, ഒരു 3-4 പ്രകടമായ രോഗാവസ്ഥ കൃത്യമായി അപ്പം സഹനത്തിൻ്റെ പ്രത്യേകത, അങ്ങോട്ട് വരുമ്പം സഹനം പുറകോട്ട് പോകും, നമ്മൾ പുറകോട്ട് പോകുമ്പോൾ സഹനം ഇങ്ങോട്ട് വരും. അതാണ് എൻ്റെ ഒരു കളി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ സഹനത്തെ ഇങ്ങനെ നിസ്സാരമാണെന്ന് പറയണം. ഇപ്പം അച്ഛൻ മാറിപ്പോയ കാര്യങ്ങൾ പറഞ്ഞു, മാറാത്തതുണ്ടല്ലോ. മാറാത്തത് എനിക്ക് അനുഗ്രഹങ്ങൾ മാത്രമാണ്. അതായത് ഒരു കാര്യം ഓർക്കേണ്ട, ദൈവമഹത്വത്തിൻ്റെ മുമ്പിൽ മാറാത്തതൊന്നുമില്ല. അവൻ്റെ വാക്കൊഴികെ എല്ലാം മാറിപ്പോവും. എല്ലാം ചേഞ്ചബിളാണ്. പക്ഷെ എന്തുകൊണ്ട് മാറുന്നില്ല എന്ന് ചോദിച്ചാൽ അതെനിക്കൊരു മഹത്വമായി വരാൻ വേണ്ടിയിട്ടാണ്. എനിക്കത് ആ മഹത്വം നൽകി കഴിയുമ്പോൾ അത് പോകും. അതിനുവേണ്ടി കാത്തിരിക്കണം. ദുർബലരാകാതെ ധൈര്യം അവലംബിക്കണം. നമുക്ക് ഒരുമിച്ച് പാടിയാലോ? നിസാരമാ നീറും ദുഃഖങ്ങൾ നിസാരമാം, നാളെ വരുന്ന മഹിമയോർത്താൽ ഇന്നിൻ ദുഃഖങ്ങൾ നിസാരമാം, നാളെ വരുന്ന മഹിമയോർത്താൽ ഇന്നിൻ ദുഃഖങ്ങൾ നിസാരമാ. വന്ദനം വരും നാളു വരുന്നു. ഒന്നുകൂടെ പാടാം. വന്ദനം വരും നാളു വരുന്നു, നിന്ദനത്തിൽ നീ ഇന്ന് സന്തോഷിക്കുവിൻ. അയ്യോ, ഞാനിത് പറഞ്ഞപ്പോൾ അവിടുത്തെ എനിക്കൊരു സ്നേഹിതയുണ്ട്. ഈ സ്നേഹിത എപ്പോഴും കർത്താവെ കൂടുതൽ സഹനങ്ങൾ തരണമേ എന്ന് പറയും. ഞാൻ അത്ഭുതകരമായി കണ്ടൊരു കാര്യം, സഹനങ്ങൾ ചോദിച്ചു വാങ്ങുന്നത് മുഖാന്തരം ഈ പ്രിയപ്പെട്ട ശുശ്രൂഷകയ്ക്ക് അഭിഷേകമാണ് കൂടുന്നത്, സഹനങ്ങളല്ല. അതായത് ഒരു സഹനം കിട്ടിയാൽ ഉറപ്പാണ് എടുത്തു പൊക്കിയതുപോലെ ഒരു ഉയർച്ചയാണ് പിന്നീട്. അപ്പോൾ ശരിക്കും ഈ ദിവസങ്ങളിലും ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പം കർത്താവെ കൂടുതൽ സഹനങ്ങൾ തരണമേ. സഹനങ്ങൾ തരുന്നതനുസരിച്ച് പ്രോവിഡൻസ്, സംരക്ഷണം ഭയങ്കരമാണ്.
ശരിക്കും പറഞ്ഞാൽ നമ്മളെ കേൾക്കുന്നതോട് നമുക്ക് പറയാനുള്ളത്, നമ്മളിങ്ങനെ അന്നൊരു സഹനം, അന്നന്ന് അപ്പം തരണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന് ഒരു പക്ഷേ ഈ കാലഘട്ടത്തിൽ ഒന്ന് മാറ്റി പ്രാർത്ഥിക്കും നല്ലതാണ്. അന്നന്ന് വേണ്ട സഹനങ്ങൾ ഞങ്ങൾക്ക് അന്ന് തരാതെ പോകരുത്. നാളത്തെ മഹത്വം കുറയും. അന്നന്ന് വേണ്ടുന്ന സഹനങ്ങൾ ഞങ്ങൾക്കിന്ന് തരണമേ. നമുക്ക് അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചാലോ? നമുക്ക് അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, അന്നന്ന് സഹിക്കേണ്ട സഹനങ്ങൾ, അന്നന്നത്തെ അപ്പത്തെ പോലെ ഞങ്ങൾക്ക് തരാതെ പോകരുത്. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ അന്നന്ന് സഹിക്കേണ്ടത് സന്തോഷത്തോടെ സഹിക്കുവാനും വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തിന്റെ മുമ്പിൽ ഊതിപ്പറപ്പിക്കുന്ന കടലാസ് പോലെ പറപ്പിച്ചു വിടാനും ഞങ്ങൾക്ക് ഇടവരുത്തണമേ. ഇവിടെ പോണി നമുക്ക് ആ ഒരു പ്രാർത്ഥന ലോകത്തിന് മുമ്പിൽ കൊടുക്കാം. ഈ സഹനത്തിന്റെ മുമ്പിലുള്ള ഒരു പടച്ചിലാണല്ലോ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട്. തീർച്ചയായിട്ടും ശരിക്കും ഈ കടലാസ് ഊതിയിട്ടതുപോലെ സഹനത്തിലേക്ക് ഇടുമ്പം നമുക്ക് ചിറകുണ്ടാകും. അപ്പം ആ സഹനത്തിൻ്റെ ചിറകിൽ ഇങ്ങനെ എല്ലാവരും പറന്ന് പോകട്ടല്ലേ? പറന്ന് പോകട്ടെ. വന്ദനം വരും വരുന്നു, നിന്ദനത്തിൽ നീന്നു സന്തോഷിക്കുവിൻ. ആ സന്തോഷത്തോടെ നമുക്ക് ഇനി എന്താ പറയാൻ പറഞ്ഞേ? ഞാൻ പ്രേക്ഷകരോട് പറയാൻ എല്ലാ ദിവസവും ഈ പാട്ട് പാടണമെന്ന് പറയാം. അപ്പം ഞാൻ പറയുമ്പോൾ അതിൻ്റെ ഭംഗി പോകും. ശരിയാ, അങ്ങനെ പാടുകയും അങ്ങനെയൊന്ന് പറന്ന് ഉറങ്ങാൻ ഇടവരട്ടെ. അങ്ങനെ ഉറങ്ങുവോളം പറക്കുവോളം പാടുവാനും ഇടവരട്ടെ അല്ലേ? അടുത്ത ആഴ്ചയിൽ വീണ്ടും നമുക്കിങ്ങനെ കാണുകയും വർത്താനം പറയുകയും ചെയ്യാം. ദൈവത്തിന് സ്തുതി. ആമേൻ. മാറാരോഗങ്ങൾ നിന്നെ ഞെരുക്കുമ്പോഴും സൗഖ്യദായകൻ നിന്റെ ഒപ്പമില്ലയോ? മാറാരോഗങ്ങൾ നിന്നെ ഞെരുക്കുമ്പോഴും സൗഖ്യദായകൻ നിന്റെ ഒപ്പമില്ലയോ? ഒപ്പമില്ലയോ കുഞ്ഞേ, ഒപ്പമില്ലയോ? സൗഖ്യദായകൻ യേശു ഒപ്പമില്ലയോ? ഒപ്പമില്ലയോ കുഞ്ഞേ, ഒപ്പമില്ലയോ? സൗഖ്യദായകൻ യേശു ഒപ്പമില്ലയോ? നിസാരമാ നീറും ദുഃഖങ്ങൾ നിസാരമാ. നാളെ വരുന്ന മഹിമയോർത്താൽ ഇന്നിൻ ദുഃഖങ്ങൾ നിസാരമാ.